കാൽ ഇത്ര സ്പീഡ് വരാൻ ഇതാരാ? ആനി, നീ ഇവിടെ ഇരിക്കെ, ഞങ്ങളൊന്ന് നോക്കിട്ട് വരാം. അത് ആടെ വെച്ചാനല്ലേ? ഇവന്മാർക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളതാ വണ്ടി ഇത്ര സ്പീഡ് ഓട്ടിക്കരുതെന്ന്. അല്ല മമ്മി, ഇച്ചാൻ അത്ര സ്പീഡിലൊന്നും വണ്ടി ഓടിക്കത്തില്ലല്ലോ. പറഞ്ഞ പോലെ ഇച്ചായ ഫ്രണ്ടിനെ വല്ലതും കൊണ്ടുവന്നയാണോ? ഇനി വല്ല ഗേൾ ഫ്രണ്ടും? ദേ ചേച്ചി, ആരോ കാറിൽ നിന്ന് ഇറങ്ങുന്നു. മാറി നിൽക്കടി അങ്ങോട്ട്. ഇപ്പൊ ഞാനാരായി? ഇവിടെ ഉണ്ടായിരുന്നോ? സുഖല്ലേ? ഇച്ചായ ഒന്നും പറ്റില്ലല്ലോ. ഓ എന്റെ അമ്മീ, റെയിൽവേ സ്റ്റേഷൻ മുതൽ ഇവിടം വരെ എന്റെ ജീവൻ കൈപ്പിടിച്ചോണ്ടാ ഞാൻ വന്നത്. നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും അവർക്ക് കാറിന്റെ കീ കൊടുക്കുവോ മനുഷ്യ? ഇച്ചായ, നീ വാ, വന്ന് വണ്ടി കയറ്. ഇച്ചായ, ആ കാറിന്റെ കീ തരുമോ? ഞാൻ ഓടിച്ചോളാം. അതൊന്നും വേണ്ട, അരുൺ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിന്റെ കൈ കീ തരരുതെന്ന്. എന്തിച്ചായ, ഞാൻ നിങ്ങളെ കുഞ്ഞനിയത്തല്ലേ, താപ്പ. നിന്ന് കിണുങ്ങാതെ പെണ്ണെ, കീ തരാം, ബട്ട് വൺ കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? കാർ സ്ലോയിൽ വേണം ഓടിക്കാൻ. അത് ഞാൻ ഏറ്റു. സ്പീഡിലല്ലാതെ 1 ഇഞ്ച് സ്പീഡ് പോലും ഞാൻ കൂട്ടൂല. അല്ല, സ്പീഡ് കുറക്കലല്ലാണ്ട് 1 ഇഞ്ച് സ്പീഡ് പോലും ഞാൻ കൂട്ടൂലെന്ന്. കേറിയോ? പിന്നെ ഇച്ചായ, ആ സീറ്റ് ബെൽറ്റ് നിട്ടേക്ക്, ആവശ്യം വരും. ഓ അതൊക്കെ എന്തിന്? സ്പീഡ് കുറക്കണേ, നിന്നോടല്ലേ ഞാൻ പറഞ്ഞ സ്പീഡ് കൂട്ടരുത്. സ്പീഡൊക്കെ ഒരു ഹരല്ലേ, മിണ്ടാതെ അവിടെ ഇരിക്കി. എടി പൊട്ടക്കണ്ണി, ഫ്രണ്ടിലേക്ക് നോക്ക്, വണ്ടി വണ്ടി. ഓ എന്റെ കർത്താവേ, കെട്ടിന് മുന്നേ എന്റെ അമ്മി ഇവള് വിധയാക്കുമല്ലോ. ഇങ്ങനെ പേടിക്കാതെ മനുഷ്യ, ലോറിയുടെ പാട്ടിന് പോയിക്കോളൂ. അയ്യോ ഇച്ചായ, നിങ്ങൾ വാ, നിങ്ങക്ക് ഞാൻ വെള്ളം എടുത്തു തരാം. ഇയാളൊരു കൃഷ്ണനോ ചുറ്റും ഗോപികമാരൊക്കെ ആയിട്ട് നടക്കാൻ? വനവേണുവുമായി വരു നീ അരികിൽ മായാവൃന്ദാവനിയിൽ. വനവേണുവുമായി വരു നീ അരികിൽ മായാവൃന്ദാവനിയിൽ. ഇവ എന്താ നീ ആരെ സ്വപ്നം കണ്ടോണ്ടിരിക്കുവാ? ദേ ആരൊക്കെ വന്നേ നോക്കിയേ. ഇതൊക്കെ ആരാടി? എടി, ഇത് നമ്മുടെ മമ്മിയുടെ കസിൻ ബ്രദറിന്റെ മക്കളാ. ആദു കുട്ടാ, മാറി നിക്കടി, ഞാൻ എന്റെ ആദുനെ ഒന്ന് കാണട്ടെ. അല്ല, ഞങ്ങളൊക്കെ നിങ്ങക്ക് അറിയോ? അതെന്നാ പറച്ചിലാദു? നിങ്ങൾക്കിപ്പം നമ്മളെ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഒന്നും സമയമില്ലല്ലോ. ഓ എന്റെ ആദു ചേച്ചി, ഞങ്ങൾ ഭയങ്കര ബിസി അല്ലേ, എക്സാംസ്, ക്ലാസ്. ഓ പിന്നെ, ഇവ നീ എന്താ മിണ്ടാതിരിക്കുന്നത്? എടി, അത് അവക്ക് നിങ്ങളൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാ. ആണോ? എന്നാ വാ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പരിചയപ്പെട്ടേക്കാം. ഓ, ഈ ചേച്ചി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? നിങ്ങളായിരുന്നോ വന്നേ? ഈ ചേച്ചി ഇപ്പൊ എങ്ങനെയുണ്ട്? കുഞ്ഞൂസ് ബുദ്ധിമുട്ടിക്കാറുണ്ടോ? ഓ കുഴപ്പമില്ലടി, എന്നാലും വോമിറ്റിംഗ് ഒക്കെ ഉണ്ട്. എന്തോ ഒരു മാറ്റുണ്ടല്ലോ. ഇച്ചേച്ചി വണ്ണം വെച്ചോ? ആണോ ചായ? നിനക്ക് എന്തടി വാവേ? അല്ലല്ലോ, എന്റെ ആനി പണ്ട് സ്ലിം ബ്യൂട്ടിയാ. ഒന്ന് പോയി ചായ. നീ ഞങ്ങളുടെ വേൾഡ് വൈഡ് ബ്യൂട്ടി അല്ലേ ആനി? ഈ ചായ പിള്ളേര് നിക്കുന്നു. എമി, ഇവർക്ക് റൂം കാണിച്ചു കൊടുക്ക്, മക്കള് പോയി ഫ്രഷ് ആയിട്ട് വാ. വാ പിള്ളേരെ. ഇച്ചായ, അവിടെ എന്തെങ്കിലും പ്രശ്നം? പ്രശ്നമൊന്നുമില്ലടി. പിന്നെ ഇച്ചായനും അലീനും ഉണ്ടായിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പപ്പ കുറച്ച് സീനുണ്ടാക്കി. അതാരും മൈൻഡ് ചെയ്യുന്നു. പിന്നെ അഗസ്റ്റിൻ ഉണ്ടായോണ്ട് അവൻ പിള്ളേരെങ്ങും വിട്ടു.
നമുക്ക് പിന്നെ അവർ അപ്പന്റെ അമ്മയുടെയും അനുമതി മേടിച്ചാൽ മതിയല്ലോ, അതുകൊണ്ട് അവൻ സമ്മതിച്ച്. ഓ അല്ല, അവരെന്നാ വരുന്നേ? അവര് നാളെ വരും. ആ ആണോ? ഞാൻ ചായ എടുക്കട്ടെ? ആ നീ എടുത്തേക്ക്. ശരി. പിള്ളാരെ, നിങ്ങക്ക് 2 റൂം വേണോ അതോ എല്ലാവർക്കും സെപ്പറേറ്റ് റൂം വേണോ? ചേച്ചി ഞങ്ങൾക്ക് സെപ്പറേറ്റ് റൂമൊന്നും വേണ്ട, ഞാൻ ഈ പറഞ്ഞ റൂമിൽ കിടന്നോളാം. അത് വേണ്ട, നീ റോഷിയുടെ കൂടെ കിടന്നാ മതി. ഉയ്യ്, ഞാൻ റോഷീസിന് ഇടയ്ക്കൊന്നും കിടക്കൂലേ? എനിക്ക് പേടിയാന്ന്. എനിക്കൊന്നും വയ്യ, അതന്നെ ഒറ്റയടിക്ക് കടിച്ചു തന്നു. എങ്ങനെ പറഞ്ഞു വിടാൻ തോന്നുന്നു റിയേച്ച് തന്നെ? ഞാനും റോഷിയും കിടന്നോളാം. അതൊന്നും കുഴപ്പമില്ല. നീ ഇവളുടെ കൂടെ കിടന്നാ ലാസ്റ്റ് 2 എണ്ണവും കൂടി അടിയാകും. അതുമല്ല, നിന്നെ മേയ്ക്കാൻ റോഷിയെ കൊണ്ടേ പറ്റൂ. അതുകൊണ്ട് എന്റെ മോള് അവളുടെ കൂടെ കിടന്നാ മതി. റിയേച്ചി നിന്നെ കിണുങ്ങാതെ വേണ്ടേ? ദുഷ്ടത്തി, ഇങ്ങോട്ട് വാ, വിളിച്ചിട്ട് കാണിച്ചു തരാം. എന്നാ നീ റോഹി ഈ റൂം എടുത്തോ, ഇവക്ക് റോഷിക്കും ഞാൻ വേറെ റൂം എടുത്തോളാം. ആയി ചേച്ചി. വാടി വാവേ. ആ ചേച്ചി ഇതാ വരുന്നു. ആഡം, നീ വേണം ഇൻവിറ്റേഷൻ കാർഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. ആ പപ്പ, അത് ഞാൻ നോക്കിക്കോളാം. ആ എന്നാ പിന്നെ എന്താ ഇരിക്കുന്നേ? എല്ലാരും പോയി കിടന്നോ, ലേറ്റ് ആയില്ലേ? ആ വാ ആനി. ഇച്ച, ജോഷച്ചാനൊക്കെ എപ്പോഴാ വരുന്നത്? ആ അറിയില്ല, എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, എടാ നിങ്ങൾ എപ്പോഴാ വരുന്നത്? എടാ ഞങ്ങള് നാളെ എത്തും. ആണോ? അതെ ഇച്ച, നിങ്ങൾ വരുന്നതിന് മുന്നേ ഞങ്ങളിവിടെ ലാൻഡ് ആയിട്ടോ. എടി റോഷി, നീയൊക്കെ ഇത് എപ്പ ലാൻഡായി UK-ന്ന്? അതൊക്കെ ഞങ്ങള് ലാൻഡായി. എന്നാലും ചായ നാണക്കേടല്ലേ? അല്ല, നിങ്ങളൊക്കെ ഇവിടെ അടുത്ത് കിടക്കണവരല്ലേ? നിങ്ങളൊക്കെ അല്ലേ ഇവിടെ ആദ്യം എത്താനുള്ളത്? എന്നിട്ട് UK കിടന്ന് ഞങ്ങൾ ഇങ്ങനെ എത്തി. ചായ വളരെ മോശമായി പോയി ചായ. ഇതൊക്കെ എന്നാടി പരട്ടെ നാണക്കേട്. ഡി പരട്ടെ, ഞാൻ അങ്ങോട്ട് വരട്ടെ, നിനക്കുള്ളത് തരാം. കിട്ടിയല്ലോ, സന്തോഷം. അല്ലടി വരട്ടെ, മറ്റവളെന്തിയേ? അവള് വന്നില്ലേ? ഓ, അവളിവിടെ ഉണ്ട്. ആ എന്നാ പിന്നെ ശരി, ബാക്കിയൊക്കെ അവിടെ വന്നിട്ട് സംസാരിക്കാം. ഓക്കേടാ, ബൈ. റൂഹി, ഇവിടെ ചിലവരുടെ മുഖം ട്യൂബ് ലൈറ്റ് പോലെ കത്തി നിൽക്കുവാട്ടോ. ആ കേട്ട് റോഷി ചേച്ചി മതിയടി, പാവം എന്റെ കൊച്ച്. ഇനി എന്റെ നെഞ്ചത്തേക്കാണല്ലോ. ഞാൻ റൂമിൽ പോവാ, എനിക്ക് ഉറക്കം വരണുണ്ട്. എന്താടി കാര്യം? അതൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. ആ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ആദു, ആ ഇങ്ങ് വാ. ഇച്ചായ വിട്, ആരെങ്കിലും കാണും. ഏയ് ആരും കാണത്തില്ല, അവരൊക്കെ റൂമിൽ പോയി. എന്താണ് ഉദ്ദേശം? കണ്ടതിന് മനസ്സിലാവത്തില്ലേ? ഒള്ളി ദുരുദ്ദേശം മാത്രം. ദയിച്ച വേണ്ട, അറിയാലോ. എന്തറിയാന്ന്? നീ എന്തേ പറയുന്നേ? എന്റെ പൊട്ട, ഇവിടെ അവളുമാരൊക്കെ ഇല്ലേ? ആര് പെട്ടെന്ന് കയറി വരുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓ, അവളുമാർ റൂമിൽ പോയി, ഇനി ഇങ്ങോട്ടൊന്നും വരത്തില്ല. നീ ഇവിടെ ഇരിക്കുക. എന്നാണ് നമ്മുടെ ഏതൻ സാറിന്റെ മുഖത്തൊരു പഞ്ചറി? അത് ഏത്? അല്ലടി, നിനക്കിപ്പോ ഇത്തിരി സൗന്ദര്യം വെച്ചോന്നൊരു ഡൗട്ട്. എന്തെന്ന്? അല്ല, നിനക്കിപ്പോ ഇത്തിരി ഗ്ലാമർ കൂടിയോന്നൊരു ഡൗട്ട്. എനിക്കോ? എന്റെ മാതാവേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? ഏതൻ ജോണിന്റെ വായിന്ന് തന്നെയാണോ ഞാൻ ഇതൊക്കെ കേൾക്കുന്നത്? ഓ, ഒരു മൂഡ് വരുമ്പോൾ അവള് സമ്മതിക്കത്തില്ല. ഓ, മൂട് വേണ്ട, ബാക്കി പറ. ബാക്കി എന്താ? എന്ത്? അത് ഏത്? നീ ഇങ്ങോട്ട് വന്നേ. സന്ധിത്തോമേ കനാക്കളിൽ സില മുറയാ പലമുറയാ അന്തിവാനിൽ ഉലാവിനോ അത് ഉനക്ക് നിனைவில்லையா ഇരു കരകളെ ഉடைத்திடவே പെരുകിടുമാ കടലലയേ ഇരു ഇരു ഉയിർ തത്തളിക്കയിൽ വഴി. മതി, ഞാൻ പോട്ടെ. അല്ല, ഇവ ഇങ്ങോട്ട് വരും. എടി ആദു, ഒന്ന് പോയി ചായ. ഇച്ചായ, ഗുഡ് നൈറ്റ്, ലവ് യു. എനിക്ക് വയ്ക്കാം. ഇതെന്താ ലൈറ്റ് ഒന്നും ഇടാത്തെ? ഇവളിതെവിടെ? എടി പറട്ടെ. എന്താ? കർത്താവേ, ഓ പേടിച്ചു പോയല്ലോ കുരുട്ടെ. എന്താ? എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? അതെ മാഡം, ഇത് ഞങ്ങളുടെ റൂമാ. അയിന് നീ പോയി നിന്റെ റൂമിൽ കിടക്കടി. ഈ മുഖത്ത് തേച്ചേക്കുന്നൊക്കെ കൈ കളഞ്ഞിട്ട് എന്റെ റൂമിലോട്ട് കയറിയാൽ മതി, കേട്ടല്ലോ. ആരോ ചേച്ചി വരുന്നു. ചേച്ചി എന്താടി? ചേച്ചി
ദേ വാവേ കിടന്ന് കുണുങ്ങാതെ കാര്യം പറ. ഞാനിവിടെ കിടന്നോട്ടെ. പോയി കിടന്ന് ഉറങ്ങിരിപ്പണ്ണേ. പോടി പോരട്ടെ. ഇവളോ ഞാനിന്ന് വേണ്ട. അവള് കൈ കിട്ടുന്ന എടുത്ത് നിന്റെ തലക്കടിക്ക്. ഓ എന്നാ റിസ്ക് എടുക്കണ്ട. റിസ്ക് എടുക്കാൻ കുറച്ച് നേരം. അത് ശരി. ബെഡ് കണ്ട ഫ്ലാറ്റ് ആകാൻ ഒരുക്കി. എന്റെ കർത്താവേ വാവേ നീ തന്നെ കാത്തോണേ. കടുവ കുഞ്ഞിന്റെ കൂട്ടിലേക്കാ പോയേക്കുന്നെ. ഇച്ചാ എന്താടി അല്ല ഒരു ഡൗട്ട്. ഡൗട്ടാ നിനക്കാ? എന്താ മാഡത്തിന്റെ ഡൗട്ട്? അത് ഈ സ്നേഹിക്കുന്ന ആളെ നമ്മളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ എന്തോ ചെയ്യൂ ചായ? ആ എന്തോന്നടി പറയുന്നേ? പറച്ചായ നമ്മൾ ഈ സ്നേഹിക്കുന്ന ആള് നമ്മളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്താ ഇവ നിന്റെ ഉദ്ദേശം? ഓ ഉദ്ദേശമൊന്നുമില്ല. ചിലർക്കൊക്കെ ഇവിടെ ഭയങ്കര ജാട. നമ്മളൊന്നും മൈൻഡ് ചെയ്യാൻ പോലും സമയമില്ല. തുടങ്ങി. എന്ത് ഞാൻ പറഞ്ഞ കാര്യമില്ലേ? എന്താണ് ഇപ്പൊ എന്റെ മോക്ക് വേണ്ടത്? ഓ ഒന്നും വേണ്ട. നമ്മള് പോവാണേ നമ്മൾ ആരെയും ശല്യം ചെയ്യുന്നില്ല. വിട്. അല്ല അങ്ങനെ പോയാൽ ശരിയാവത്തില്ലല്ലോ. എന്തടി? എന്ത്? എനിക്ക് ജാടയില്ലേ? അല്ല പറയടി, എനിക്ക് ജാടയില്ലേ? അല്ലല്ല എന്നാ പറ, ആർക്കാ ജാട? എനിക്ക്. അതെയോ? എന്നാ ജാട നമുക്ക് തീർക്കണ്ടേ? വേണ്ട, എനിക്ക് ജാടയില്ല. ആരോ ഷുവർ? വേണ്ട ഇച്ഛായ, വേണ്ട വേണ്ട. கொஞ்சம் உன் காதலா என் இதயத்தை நீ துடிக்கவை, கொஞ்சம் உன் வார்த்தையா என் காதலை நீ மிதக்கச் செய். என்னோடு நின்று கொள்ளடி, விலகி செல்ல வேண்டுமோ? என்னோடு சேர்ந்து செல்லடி, பிரிந்து போக வேண்டுமோ? ஓ ആ കൊല്ല് കൊല്ല് കൊല്ല്. എടാ അപ്പുറത്തുനിന്ന് കളിക്കടാ, പോടാ അതുവഴി പോടാ. ഇപ്പൊ എന്നെ കൊല്ലു. ഓ ശവം. വന്നാലും ഇതോടെ പോയി. ഞാൻ ഇവിടെ ആണല്ലോ വെച്ചേ. ഓ കുരിശ്. നീ എന്താ ചേച്ചിയെ തപ്പുന്നേ? ആടെന്നോളേ. എടി വാവേ, ഞാനിവിടെ ഫേസ് മാസ്ക് വെച്ചായിരുന്നു. അതിപ്പോ കാണുന്നില്ല. വില കൂടിയ സാധനം ഒരൊറ്റ ഒരെണ്ണേ ഉള്ളായിരുന്നു. എന്റെ കർത്താവേ, ഞാൻ അതെവിടെ പോയി തപ്പും? ഫേസ് മാസ്കോ? മുത്തപ്പോ, ഞാൻ നേരത്തെ ഇട്ടത് ഇതിന്റെ ഫേസ് മാസ്ക് ആയിരുന്നു. എന്നെ ഇന്ന് വലിച്ച് ഭിത്തിയിട്ടേക്കും. ഇനി അധിക നേരം നിൽക്കുന്നത് എന്റെ ശരീരത്തിന് നല്ലതല്ല. നല്ല വലിയ നിക്കടി അവിടെ. തൂക്കിയല്ലോ നാഥ. എന്ത് ചേച്ചി? നീ എങ്ങോട്ട് പോന്ന്? ഞാനാ ബാത്റൂം വരെ. ബാഗും കൊണ്ടോ? അത് പിന്നെ ഒരു ഹെൽപ്പിന് ബാഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഡി കുരുട്ടെ, ഇന്ന് ഞാൻ നിന്നെ കൊല്ലോടി. ചെറ്റേ, നിന്നോട് ആരുടെ പറഞ്ഞ എന്റെ ഫേസ് മാസ്ക് കോപ്പ? നിനക്ക് ഭ്രാന്താടി. അയ്യോ നാട്ടുകാരെ ഓടി വരണേ, എന്നെ തല്ലിക്കൊല്ലുന്നേ. ഇച്ചാ, അത് വാവയുടെ സൗണ്ട് അല്ലേ? ഓ അതാ കുരുപ്പ് എന്തെങ്കിലും കണ്ട് പേടിച്ചായിരിക്കും. നീ ഇങ്ങ് വന്നേ. അയ്യോ എന്നെ കൊല്ലല്ലേ. ഇച്ചായ വിട്. ഇങ്ങോട്ട് വന്നേ നിങ്ങള്. എടി കുരുട്ടെ, ഇന്ന് ഞാൻ നിന്നെ കൊല്ലോടി. എന്താടാ, എന്താ അവിടെ ഒരു ഒച്ച? ആ അറിയില്ല, വാ നോക്കാം. റോഷി, എടി വിട്, വിടടി റോഷി, വിടവളെ. ഇല്ല, ഇവളെ ഞാൻ ഇന്ന് കൊല്ലും. ഇങ്ങോട്ട് മാറ് റോഷി. ഇച്ചായ വിട്. എടാ ആരാണേ, നീ അവളെ നോക്കിക്കോ. ഞാൻ ഇവളെ കൊണ്ട് എന്റെ റൂമിലോട്ട് പൊക്കോളാം. ആ ശരിയടാ. കൊണ്ടുപോ, ഇതിനെ കൊണ്ടുപോ. അയ്യോ നിന്റെ കൊങ്ങ ഇപ്പൊ എന്നെ കൊന്നേനെ അവള്. ഇച്ചായ വിട്ടെ, ഇവളെ ഞാൻ ഇന്ന് കൊല്ലും. റോഷി വേണ്ട, ഇങ്ങ് വാ. അത് നീ വിടുവാവേ, നാളെ നോക്കാം. നീ ഇപ്പം കിടന്നുറങ്ങാൻ നോക്കൂ. അയ്യ നിങ്ങളെവിടെ പോന്ന്? ഞാനിവിടെ ഒറ്റക്കാന്ന്. എനിക്ക് പേടി ഒറ്റക്ക് കിടക്കെ. ഒരു കാര്യം ചെയ്യ്, ഈ വേച്ചി ഇവിടെ കിടന്നോട്ടെ. ആരോണി ചായ പോയിക്കോ. പറ്റില്ല, അതൊന്നും വേണ്ട. നീ പ്രാർത്ഥിച്ചാൽ കിടന്നാ മതി കേട്ടോ വാവേ. എന്തോ ചായ, ഒരു കണ്ണിച്ചോരില്ലാത്ത ഇങ്ങക്ക്. ഈ വേച്ചി പാറ, ഈ വേച്ചി എനിക്ക് ഒറ്റക്ക് കിടക്കാൻ പേടിയാ. ഇപ്പോഴത്തെ സീസണിലൊക്കെ പ്രേതമുള്ളതാ. ഇച്ചായ, കൊച്ചിന് പേടിയായിട്ടല്ലേ ഞാൻ ഇവിടെ കിടന്നോളാം. അത്
എന്നാ പിന്നെ ഞാനും ഇവിടെ കിടക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇച്ചായ പൊക്കോ, ഞാനും ഉപയോഗിച്ചും കിടന്നോളാം. അങ്ങനെ പറഞ്ഞൂടാ, ഇവിടെ എന്തേലും നിങ്ങക്ക് ആവശ്യം വന്നാ ഞാൻ വേണ്ടേ? വേണ്ട, ഇത് കുഞ്ഞിക്കാട്ടില്ല, രണ്ടാക്കേ കിടക്കാൻ പറ്റൂ. എനിക്ക് നീണ്ടു നവർന്ന് കിടക്കണം. എടി കുരുട്ടെ, മിണ്ടാതെ വന്ന് കിടന്നോ, വന്ന് കിടക്കടി. പിന്നെന്താ, ദേ വന്നു ഇച്ചായ. നിങ്ങൾ ഉറങ്ങിയാ? ഇല്ല, തലകുത്തി നിൽക്കുക. തല കുത്തിയിട്ടാ ഇങ്ങനെയാ? ഇവളെ ഞാൻ ഉറങ്ങി ഉറങ്ങി. ഇച്ച എന്തിനാ അവിടെ തന്നെ ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്നത്? പിന്നല്ലാതെ ഞാൻ എന്ത് വേണം? നീ എന്തിനാണ് അവളുടെ കഴുത്തിലൊക്കെ കയറി പിടിക്കുന്നത്? എന്താണ് സത്യം പറഞ്ഞ പ്രശ്നം? അതിച്ച അവളെന്റെ ഫേസ് മാസ്ക് എടുത്ത്, അതും എന്നോട് ചോദിക്കാതെ. ഓ, ഒരു ഫേസ് മാസ്കിന് വേണ്ടിയാണോ നീ അവളുടെ കഴുത്തിൽ കയറി പിടിച്ച റോഷി? അതെ. ഓ, ഈ കൊച്ച്. നിനക്ക് ഫേസ് മാസ്ക് പോരെ? അത് ഞാൻ മേടിച്ചു തരാം. ആ സെയിം തന്നെ വേണം. ഓ, അത് തന്നെ മേടിച്ചു തരാം. 2 എണ്ണം. 2 എണ്ണം അല്ല, 3 എണ്ണം എന്റെ കൊച്ചിന് ഞാൻ മേടിച്ചു തരാം. ഇപ്പൊ വാ, നമുക്ക് ഉറങ്ങാം. ഓക്കെ. ഇച്ചായന് ഏറ്റവും ഇഷ്ടപ്പെട്ട സിസ്റ്റർ ആരാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ കുഞ്ഞനിയത്തിയല്ലേ. അതാരാ? അത് നീ ആടി കുരുപ്പേ. ശോ, എനിക്ക് വയ്യ. எனக்கு தந்த வாழ்க்கை உனக்கு மட்டும்தாவோ, துணையின்னு நான் சொல்லி கூட இருப்பேன், நெசத்துல ஏன் துணை நீ தாண்டி. കിളികൾ പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം, മാമലകളിൽ പുഴയിൽ പൂക്കളിൽ പുലരി വീണ് മീട്ടിയുണരും ഗാനം. കിളികൾ പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം, മാമലകളിൽ പുഴയിൽ പൂക്കളിൽ പുലരി വീണ മീട്ടിയുണരും ഗാനം. കിളികൾ പാടുമൊരു ഗാനം, പാലരുവി മൂളുമൊരു ഗാനം. എന്താ മാതാവേ, അലാറം വരുന്നു. തെണ്ടി. അമ്മേ, അലാം. എന്താകാൻ തന്നെയാണല്ലോ. പിന്നെന്താ? ഞാനിങ്ങനെ എവിടെ എത്തി? ഞാൻ ഉറക്കത്തിൽ ഉരുണ്ടുപോയാ അത് ഇവേ ചുരുണ്ടുപോയാ? എന്നാൽ ഇതെങ്ങനെ പറ്റി? നിന്റെ ചായ, ചായ കുടിച്ചിട്ട് മതി നിന്റെ എന്ത് വർത്താനും. വേവാ ചായ കുടിക്കാം. ഹലോ റോഷിമോളെ, പറയേ. ഡോ പറട്ടെ തന്നേ, നിങ്ങൾ എന്താ എവിടാ? എടി, ഒരു എമർജൻസി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഈവനിങ്ങിലേ എത്തോളൂ. ഓ, വരുന്നേ കൊള്ളാം. വരുമ്പം എനിക്ക് സ്ട്രോബെറി കൊണ്ടുവന്നില്ലെങ്കിൽ തന്നേം തള്ളേം ഞാൻ വീടിന്റെ അകത്ത് കേട്ടത്തില്ല, കേട്ടല്ലോ. ഓക്കെ, ശരി മാഡം, കൊണ്ടുവരാം. ഗുഡ് മോർണിംഗ് മമ്മിമാരെ. ഗുഡ് മോർണിംഗ് വാവേ. വാവേ, നീ വാ, ചായ തരാം. ആ വരുന്നു. വാവേ, എന്നാ ചായ. ഇതെന്ത് നേരമ്മ, ഇത്രേ ചായ ഉള്ളൂ? കുഞ്ഞിന് ഇനിയും വേണോ? അയ്യോ എന്റെ മേലിയമ്മേ, അവക്ക് വലിയൊരു ചരുവത്തിലെങ്ങാനും വെച്ച് കൊടുക്ക് ചായ. അത് അവൾ ഒറ്റ ഇരിപ്പിൽ ഇപ്പൊ ഇരുന്ന് കുടിച്ചു തീർക്കും. നീ പോടി. അല്ല വാവേ, അപ്പൊ നീ ദിവസം എത്ര ചായ കുടിക്കും? 5 തവണ. 5? വെറുതെ പറഞ്ഞതാ. ചായപ്രാന്തി. ചായ മേരിയമ്മേ, എന്നെ പറയുന്ന കേട്ടോ. ഡാ, എന്റെ കൊച്ചിനെ കളിയാക്കുന്നോ? കണ്ടാ കണ്ടാ, ചോദിക്കാൻ ആളുണ്ട്, കേട്ടിക്കാ. ഇപ്പൊ നീ ഇത് കുടിക്ക്. ഓക്കേ. വാവേ, ഇത്രയൊന്നും കുടിക്കാൻ പാടില്ല. നീയായിട്ട് നിർത്തുന്നോ അതോ ഞാനായിട്ട് നിർത്തിക്കണോ? ആലീസമ്മ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞാൻ നിർത്തിക്കോളാം. എനിക്ക് ആലീസമ്മ ബുദ്ധിമുട്ടുന്ന ഇഷ്ടല്ല. അല്ലാണ്ട് പേടിച്ചിട്ടല്ല. ഒട്ടും അല്ല. ആ, ഇച്ചാനിതപ്പ എഴുന്നേറ്റ്. ആ, കുറച്ചേരായി. ദേ അപ്പുറത്തെടുക്കുന്നവളുടെ അലാറം കേട്ട് എഴുന്നേറ്റതാ. വാവ എഴുന്നേറ്റ് പോയോ? ആ, കുറച്ചേരമായി. ഇച്ചായ, ഞാൻ പറഞ്ഞില്ലേ കിരണൻ ജാക്സണും കല്യാണത്തിന് വിളിക്കണേ? ആ, അവരെ വിളിച്ചിട്ടുണ്ട്. ആ, അല്ല, അത് പറഞ്ഞപ്പോഴാ എന്ത് ഷോ ആയിരുന്നെടി നിന്റെ. എന്റെ പൊന്നെ, കുടിച്ചാ ഇവ നീ ഇത്രയും ഇതാവോ? എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നേ? അല്ല, കരഞ്ഞു മെഴുകി എന്റെ കാലിലൊക്കെ ഇണിച്ചോ. ആ ദൃശ്യങ്ങൾ എന്റെ മനസ്സിന്നേ പോന്നില്ല. ആ, അത് പറഞ്ഞപ്പോഴാ. നിങ്ങൾ എന്നോട് സോറി പറ. എന്ത്? നിങ്ങള് സോറി പറയാൻ. എന്തിന്? അതൊക്കെ ഉണ്ട്. ആദ്യം സോറി പറ. കാര്യം എന്തെന്ന് അറിയാതെ ഞാൻ സോറി പറയത്തില്ല. അന്ന് നിങ്ങൾ എന്നെ തല്ലിയില്ലേ, അതിന്. തല്ലി? ഓ, അതോ.
ഏയ് ഇല്ല, ഞാൻ പറയില്ല. അതെന്താ? അന്നത്തടി നിനക്ക് അത്യാവശ്യമായിരുന്നു, അതുകൊണ്ട് ഞാൻ സോറി പറയില്ല. നിങ്ങൾ പറയില്ല? ഇല്ല, നോ വേ. കാണിച്ചു തരാം നിങ്ങക്ക്. ഓരോരുത്തരിങ്ങനെ കമന്റ് ഇട്ട് ഓർമ്മിപ്പിച്ചോണം കേട്ടാ. അല്ല, നിങ്ങളെ പ്രശ്നമൊക്കെ കഴിഞ്ഞോ? ഇന്നലെ എന്തായിരുന്നു രണ്ടുപേരും കൂടി? ആ അതെപ്പോഴേ സോൾവ് ആയി അല്ലേ റോഷിച്ചേ? എന്നേച്ചി അത് കാര്യാക്കണ്ട. രണ്ടും തമ്മിൽ തെറ്റി അധിക നേരമൊന്നും ഉണ്ടാവില്ല, മിണ്ടിക്കൊള്ളു. അത് ശരി. ഇവിടെ ഉള്ള രണ്ടെണ്ണം എല്ലാം കണക്കാന്നേ. ഹലോ മാഡം, എന്നതാ ഒരു മ്ലാനതാ? ഒന്നുമില്ല. ഇതെന്ത് പറ്റി എന്റെ കൊച്ചിന്? ഇവാ കാര്യം പറ. ഇവാ നിനക്ക് അടിക്കണോ? വാ, പകരത്തിന് പകരം അടി തന്നെ. ഒന്നവിടെ നിന്നേ. എന്താ ചേച്ചി? നീ എവിടെ പോന്നു? ചേച്ചി കേട്ടില്ലേ, ഇച്ചാൻ ഇവിടെ തല്ലീന്ന്. അതിന് പകരം ചോദിക്കണ്ടേ? മര്യാദയ്ക്ക് അവിടെ ഇരിക്കടി. അവള് മൂത്തോരെ തല്ലാൻ പോകുന്നു. എന്തായാലും ഇച്ചാനെ തല്ലാൻ പറ്റത്തില്ല. അതേ കൊണ്ട് നമുക്ക് പ്ലാൻ മാറ്റി പിടിക്കാം. എങ്ങനെ? വല്ല സോപ്പ് വെള്ളോ എണ്ണ എങ്ങാനും അവിടെ എങ്ങനെ ഒഴിച്ചിട്ടാ പോരെ? എന്റെ കർത്താവേ, എന്റെ കൊച്ചെ അതൊന്നും വേണ്ട. അവന്റെ കൈയും കാലം അങ്ങനെ ഒടിഞ്ഞു പോയാലോ? ഷോ, എന്റെ കല്യാണം വരുവാ. വേണ്ട വേണ്ട, ഡോണ്ടു. ഈ സോപ്പ് ഒഴിച്ച് വീഴ്ത്തലൊന്നും അത്ര വലിയ കാര്യമുള്ള കാര്യല്ല. അത് അതിന്റേതായ സ്പിരിറ്റിലങ്ങ് എടുക്കുക മേച്ചിയെ. അതെ, നിനക്കൊന്നും കുഴപ്പമില്ല. സോപ്പ് വെള്ളം ഒഴിച്ച് ഗ്രാൻഡേ തള്ളിയിട്ടതല്ലേ, അപ്പൊ അതൊന്നും പ്രശ്നമേ അല്ല. എന്റെ കർത്താവേ, എന്നതാടി ഇതൊക്കെ? ഈ റിയേറ്റ് പറയുന്നതിന് അത്ര വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങള് വെറുതെ തറയിൽ എണ്ണ ഒഴിച്ച് ടെസ്റ്റ് ചെയ്തതാ. അതുവഴി വന്ന് ഗ്രാൻഡ് വീഴുന്ന് ഞങ്ങൾ കരുതിയാ അല്ലേ റോഷിച്ചേ? പിന്നല്ലാണ്ട്. ഒന്ന് നടുടുക്കി, വേറൊന്നുമില്ല. അതെ അതെ. അപ്പോ സോപ്പ് വെള്ളം ഫിക്സ് അല്ലേ? വേണ്ട, ആനീച്ച് പ്രഗ്നന്റ് ഒക്കെ അല്ലേ, അതൊന്നും വേണ്ട. അതിനൊരു ഐഡിയ ഉണ്ട്. ഇച്ചേച്ചി മാറ്റിയ പോരാ അവിടെ നിന്ന്. ആര്? അതിനിപ്പോ ഞാനും പറയട്ടെ, ചേച്ചിയും കൂടെ ഇച്ചേച്ചിയും കൊണ്ട് പുറത്തു പോണം. അപ്പൊ റോഷി ചേച്ചി, ആദ്യ ചേച്ചി, യുവ ചേച്ചിയും കൂടെ പണി കൊടുക്കും. ആർ യു റെഡി? യാ റെഡി. അപ്പം ഇച്ചായനെ ഞാൻ വിളിക്കുന്നു, ഇച്ചാൻ വരുന്നു, സ്ലിപ്പാവുന്നു, വീഴുന്നു. ഓക്കെ ഓക്കെ ഡൺ. മിണ്ടല്ലേ, ഞാൻ വിളിക്കാൻ പോവാ. ഇച്ചായ, ഇച്ചായ, ഇച്ചായ ഓടിവാ. ഇച്ചായ ഒന്ന് ഓടിവാ. അയ്യോ, അത് റോഷിയുടെ സൗണ്ട് അല്ലേ? ഇവിടെ തന്നെ കിടന്ന് കരയുന്നേ. റോഷി എന്താ? ഇച്ചായ ഓടിവാ ഇച്ചായ. അയ്യോ റോഷി. വീണ്. ഇവാ നമ്മുടെ പ്ലാൻ ഏറ്റടി. എന്താ? അയ്യോ പെട്ട്. അയ്യോ എന്റെ കൊച്ച്. ആരാണ്? എന്തെങ്കിലും പറ്റിയോ? ഓ മമ്മി, എന്റെ നടു. അശു, നീ വാ, ഞാൻ തടവി തരാം. ഏയ്, മമ്മി എന്തിനാ ബുദ്ധിമുട്ടുന്നേ? എന്നെ വീഴ്ത്തിയവളുമാരുണ്ടല്ലോ, അവളുമാര് തടയിക്കോളും. മമ്മി അകത്തോട്ട് ചെല്ല്. ശരി. ഡീപ് പറട്ടാളെ. പപ്പ എവിടെയാണെന്ന് വിളിച്ചു നോക്കട്ടെ. റോഷി. അയ്യോ തീർന്ന്. ഇവിടെ വാടി. ഇച്ചായന്റെ പൊന്നു മോള്, പോയി ഒരു സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കിട്ട് വാ. അത് പൊടി. പിന്നെ നല്ല മധുരം വേണം കേട്ടോ. എന്തിനാ മധുരം? ഓൾറെഡി പഞ്ചാര അല്ലേ. എന്തെങ്കിലും സംശയമുണ്ടോ? നമുക്ക് ഇവയോട് ചോദിക്കാം. ഡി പൊടി, പോണ്ടാക്കി കൊണ്ടുപോടി. നിങ്ങളെന്താ രണ്ടാളൂടെ നിൽക്കുന്നേ? വാ, വന്ന് എന്റെ കാലും കൈയൊക്കെ തടയത്താ. നിനക്കെന്തോ ഡൗട്ട് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ? ആടി പറഞ്ഞു. വാ, നമുക്ക് പോയി ക്ലിയർ ചെയ്തിട്ട് വരാം. ഹലോ, ഡൗട്ടൊക്കെ നമുക്ക് നാളെ ക്ലിയർ ചെയ്യാം. രണ്ടാളിങ്ങ് വാ. ഇവ എന്റെ കാല് തടയിക്കും, അതോ എന്റെ കൈ തടയിക്കും. ഒരു ദിവസം ഈ കാലും ഞാനെടുത്ത് നിലത്തടിക്കും. എന്താ? അല്ല, തൈലം വന്ന് ഇടണോന്ന് ചോദിക്കുമായിരുന്നു. വേണ്ട. ഓക്കെ. ഇച്ചായ, കഴുത്തിന് വേദനയുണ്ടോ? എന്തിനാ? നടുപിടിച്ച് വീഴ്ത്തി കണക്ക് കഴുത്തിനേക്ക് കൊല്ലാനാണോ? ഏയ്, ഞാനിങ്ങനെ ചെയ്യോ? എന്ത് വിധീത്, വല്ലാത്ത ചതീത്, ഓർക്കപ്പുറത്തെന്റെ പിന്നീന്നൊരടിയത്. ഇച്ചായ, ദാ ഷേക്ക്. എന്റെ കൈ ഒന്നും ഫ്രീ അല്ല, ഇങ്ങോട്ട് കൊണ്ടുപോവാ. പോരട്ട കടുവ. എന്താ കുടിച്ചോ കുഞ്ഞു വാവ. എന്താ? അല്ല, ഇച്ചാന്റെ മുഖം കണ്ടിട്ട് കുഞ്ഞു പിള്ളേരെ പോലെ തോന്നുന്നു. പ്രായം തോന്നിക്കുന്നേ ഇല്ല. കൂടുതൽ പതപ്പിക്കണ്ട, പതപ്പിച്ചതിന്റെ ഞാനിപ്പോ വന്ന് കിടക്കുന്നത്. ഇച്ച ഭയങ്കര ഫണ്ണല്ലേ? വാ, ഭയങ്കര ഫണ്ണാ. ചേച്ചി, സ്പീഡ് കൂട്ടണോ? വേണ്ട വേണ്ട.
എടി റോഹി കുറച്ചൊന്ന് സ്പീഡാക്ക്. ഓക്കെ ചേച്ചി വാവേ. ആ സെറ്റ് പൊക്കോ. എടി പിള്ളേരെ കുറച്ച് സ്പീഡ് കുറയ്ക്ക്. ചേച്ചി എന്താ? ഒന്നുമില്ല, മിണ്ടാതിരിക്കടി. എടി സ്പീഡ് കുറച്ചേ. ദേ ബട്ടർഫ്ലൈ. വാവേ നീ ചെന്ന് പിടിച്ചോണ്ടോ അതിനെ. ബട്ടർഫ്ലൈയോ? ചേച്ചി നോ, അങ്ങനൊന്നും പറയരുത്. അതാ ചേച്ചി നമ്മുടെ കുഞ്ഞൂസ്. ചേച്ചി പൂവങ്ങോട്ട് തലയിലൊന്നും വെച്ചേ. ഗുഡ് ഗേൾ. ചേച്ചി നമുക്ക് കുറച്ച് അഡ്വഞ്ചർ ആയാലോ? നമുക്കൊന്ന് ചെറുതായിട്ട് കുളത്തിലേക്ക് വീണാലോ? പോടി, മനുഷ്യനെ പേടിപ്പിക്കാതെ. ഡി വാവേ, വെറുതെ ഈ മീനിനെ വളർത്താനൊക്കെ നേരമുണ്ടോ ചേച്ചിയെ? അത് ആഡമന്റെ മീനെ ഭയങ്കര ഇഷ്ടമല്ലേ, അപ്പം അവൻ വന്ന് നോക്കും. ഓ അതും ശരിയാ. ചേച്ചി എമേജിനെ നോക്ക്, ഏതോ ലോകത്താണ്. ശരിയാണല്ലോ, അവൾ ഈ ലോകത്തൊന്നും അല്ല. എമി എവിടെ കേൾക്കാൻ? വഴിയുണ്ട്. എന്ത്? നമ്മളെ ദേശീയ ഗാനം അങ്ങോട്ട് പാടിക്കൊടുക്ക്. ഒക്കെ സെറ്റ് ചേച്ചി, സെറ്റ്. ആ ഇതെന്താ ഇവിടെ? ഞാൻ പോന്നേരം ഇവനൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. നിന്റെ പുന്നാര അനിയത്തിയും സംഘവും കൂടി ചേർന്ന് അവളുടെ പ്രതികാരം വീട്ടിയതാ. എന്താടാ നീ പറയുന്നേ? എന്റെ കർത്താവേ, നീ എന്തായി കാണിച്ചത്? ഇവന് പകരം ഇച്ചേച്ചി എങ്ങനാണ് വീണെങ്കിലോ എന്തോ ചെയ്തേനെ? ഇച്ചേച്ചിയൊക്കെ ഇവളുമാര് നേരത്തെ മാറ്റിയെന്നോ? എവിടേക്ക്? നീ ഇതാ ദേ ഗാർഡനിലോട്ടൊന്ന് നോക്കിയേ. ഇച്ചേച്ചിയും പിള്ളേരും ഇല്ലേ ഇത്? അതെ, ഇച്ചേച്ചി അങ്ങോട്ട് തട്ടിയേക്കും ആദ്യമേ. കൊള്ളാലോ നീമാര്. അതെ ഇച്ചായ, നിങ്ങളെ പോലെ അല്ല ഞങ്ങള് പ്ലാൻ ചെയ്യുന്നെങ്കിൽ വെൽ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ പണ്ട് ലിസയെ വീഴ്ത്താൻ വേണ്ടി കെണി ഒരുക്കിയപ്പം ഇച്ചേച്ചി വന്ന് പെട്ടെന്ന് കല്ലെതു കേട്ടോ. ഒച്ചാക്കേണ്ട കാര്യമില്ല ചായ. റോഷി, എനിക്കും കൂടെ സ്ട്രോബെറി ഷേക്ക് അടിച്ചേരെ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഓ താറാം കുഞ്ഞ്. എടാ ദേ നോക്കി ചേച്ചിയും പിള്ളേരും. വാ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. നിനക്കൊക്കെ ഇപ്പഴാണോടാ വരാൻ സമയം കിട്ടിയേ? എന്ത് ചെയ്യാനായി ചേച്ചി, ഇവരെ കാരണം ഇത്രയും താമസിച്ചത്. ആ ഇനിയിപ്പോ അത് ഞങ്ങളെ തലയിലിട്ടോ. മതി, ഇനി ബാക്കിയൊക്കെ അകത്ത് പോയി സംസാരിക്കാം. ആനി മോളെ വാ, നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. നല്ല വെയിൽ വരുന്നുണ്ട്. ആന്റി ഇന്നാ ഷേക്ക്. ആ നിങ്ങളോ? അവിടെ തന്നെ നിക്കാതെ കേറുവാ എല്ലാരും. ഇവിടെ എന്താ നടക്കുന്നേ? അതൊരു ചടങ്ങാണ്. ആന്റി അങ്ങളെ വാ വന്നിരിക്കേ. ഇതെന്താ ഇങ്ങനെ? ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിരുന്നില്ലല്ലോ. ഫ്ലോപ്പ് ആയോ പ്ലാന്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാനല്ലേ പ്ലാൻ ഇട്ടത്. പ്ലാനൊക്കെ പക്ക കറക്റ്റായിരുന്നു, പക്ഷെ നിന്റെ ചേച്ചി എല്ലാം നശിപ്പിച്ചു. റോഷി എന്ത് ചെയ്യാനാ, ഞാനൊന്ന് ആഹ്ലാദിച്ചതാണ്. നിങ്ങളെന്താ വന്ന പാടെ ഇങ്ങനെ നിൽക്കുന്നേ? എല്ലാരും പോയി ഫ്രഷ് ആയിട്ട് വാ. റോസി ചേച്ചിയെ ഞാനിപ്പോ വരാട്ടാ. നീ എവിടെ പോണു? അത് ചേച്ചിക്ക് മനസ്സിലായില്ലേ? ഇച്ചായ ദാ നിങ്ങളുടെ ചാർജർ. ഇച്ചായ കൈ വിട്ടെ, ആരെങ്കിലും കാണും. ഇങ്ങോട്ട് ആര് വരാനാണ്? നീ ഇങ്ങോട്ട് വന്നേ. ഇച്ചായ കിസ്സോ? ഇവനെന്തോ ഇങ്ങനെ സെറ്റായ കാര്യം എന്നോട് പറയാന്? തെണ്ടി ബെസ്റ്റ് ഫ്രണ്ട് അത്ര. ഞാൻ പോവാ. പോയ സ്പീഡിൽ തന്നെ തിരിച്ചെത്തിയല്ലോ. എന്തു പറ്റി വാവേ? ഒന്നുമില്ല. എന്താടി? ഈ ഇരിക്കുന്ന കുരുത്തങ്കട്ട പിള്ളേർ നിന്നെ വല്ലതും ചെയ്തോ? റോഷി, ഞാൻ പറഞ്ഞല്ലേ നിനക്ക് പുതിയ ഫേസ് മാസ്ക് മേടിച്ചു തരാന്ന്. അതിന് ഞാൻ എന്ത് ചെയ്ത്? ദേ പപ്പയും മമ്മിയും വന്ന്. എന്താടാ, എന്താ പറ്റിയേ? എന്താ മോളെ? എന്താ ഈ റോഹി നിന്നെ വല്ലതും ചെയ്താ? അയ്യോ ഞാൻ ഒന്നും ചെയ്തില്ല. പിന്നെ എന്തിനാ ഇവള് കരയുന്നേ? ചിലപ്പോ അവക്ക് നിങ്ങളെ മിസ് ചെയ്തതാണ്. ആണോ മോളെ? ഞങ്ങൾ വന്നില്ലേ. എന്റെ മോള് കരയണ്ട കേട്ടോ. പപ്പ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഞാൻ പപ്പയ്ക്ക് വെള്ളം എടുക്കട്ടെ? ജ്യൂസ് വേണോ അതോ കോഫി വേണോ?
ഇച്ചേച്ചി ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? എന്തോ സാധിക്കാനുണ്ട്, അതുകൊണ്ടാ ഇങ്ങനെ സോപ്പിടുന്നു. കൂടുതൽ സോപ്പിടണ്ട. നീ പറഞ്ഞ സാധനം കൊണ്ടുപോക്കോ. ഓ താങ്ക് യു പപ്പ. അലീന ആന്റി, ഞാൻ ഇവളെ കൊണ്ടുപോവാണേ. ആ ശരി മോനെ. വാവേ. ആ നിങ്ങൾ വന്നോ? ഇച്ച, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ആ ശരിടാ. ആനി എന്തി മമ്മി? ആ അവളെ റൂമിൽ ഇരിപ്പുണ്ടടാ. ആ ശരി. മാരനെ കണ്ടാൽ മയിലെണ്ണ തേക്കും പാറ കരിമ്പാറ. ഹേയ് പാറതനുള്ളിൽ പനി നീരൊരുകും ചോര. അല്ല ചോല, തേൻ ചോല. ഹായ് കണ്ണാടി നോക്കും കാട്ടുപൂവേ, കണ്ണു വെക്കാതെ നീ ചേച്ചിയേ. ഏയ് കണ്ണാടി നോക്കും കാട്ടുപൂവേ, കണ്ണു വെക്കാതെ നീ ചേച്ചിയേ. ഏയ് പുത്തൻ ഞാറ്റുവേല. കൊഞ്ചടി 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 ഞാത്തുമുത്തേ. ഓയ് ഓയ്. ഇതെന്ത് സ്ഫടികത്തിലെ മോഹൻലാലോ? അല്ല കമണ ചേച്ചി. ഏ ഷക്കീലേ, ഒന്ന് മാറുവോ? ഇതെവിടെ നിന്ന്? വാവേ. എടി ജോഷിച്ചായി വിളിക്കുന്ന കേട്ടില്ലേ, അങ്ങോട്ട് ചെല്ല്. വാവേ, നീ എന്താ ഇപ്പൊ എന്നോട് മിണ്ടാത്തെ? അങ്ങനെയൊന്നുമില്ല, ഇച്ചായന് തോന്നിയതായിരിക്കും. ഉണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഫുൾ അവോയ്ഡിങ് ആണല്ലോ നീ. നിങ്ങൾക്ക് തോന്നുന്നത് ഇച്ചായ, ഞാൻ നിങ്ങളെ അവോയ്ഡ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. റിയലി? കുറച്ച് വർഷങ്ങളായല്ലേ വാവേ നിന്നെ ഞാൻ കണ്ടു തുടങ്ങിയിട്ട്. ശരി, ഒന്നും പറയാനില്ലേ, ഞാൻ പോവാ. ഇനി നീ വിളിച്ചാലും ഞാൻ വരില്ല. ജോഷിച്ചായ എന്തു വേണം? അത് പിന്നെ എന്റെ എല്ലാ കാര്യം ഞാൻ പറയുന്ന നീ എന്താ, നീ ലിസേഷൻ സെറ്റ് ആയത് എന്നോട് പറയാനേ? വാവേ, അതെനിക്ക് ഫീലായി. നിന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്താ എന്നോട് ഇത് പറയാനേ? അങ്ങനെ അല്ലടാ, നിന്നോട് ഇവിടെ വന്നിട്ട് പറയാനിരിക്കുവായിരുന്നു ഞാൻ. പിന്നെ നിന്നോട് മിണ്ടാണ്ടിരിക്കാനൊന്നും എനിക്ക് പറ്റൂല. ദേശത്തിന് അവോയ്ഡ് ചെയ്തതാ. നീ എന്റെ ഇച്ചായം ബെസ്റ്റ് ഫ്രണ്ട് ആയിപ്പോയില്ലടാ. ഇങ്ങ് വാ. അല്ലട ജോണെ, കല്യാണക്കാരിയൊക്കെ എവിടം വരെ ആയി? പണ്ട് നമ്മളെ കല്യാണം നടന്ന കണക്കൊന്നുമല്ല. പിള്ളേർക്ക് കല്യാണത്തിന് മുന്നേ എന്തൊക്കെയോ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നതായിരുന്നു അതിന്റെ പേര്? ഇച്ചായ അത് ഹൽദി, പിന്നെ വേറെ കുറെ പാർട്ടികളൊക്കെ ഉണ്ട്. ഓ, എന്നാ ഒക്കെ ചടങ്ങുകളാണ് ഇപ്പൊ. അല്ല, നമുക്കിതൊക്കെ ഉണ്ടോ? ഓ എൻ്റെ അളിയ, അവളുടെ ഡിമാൻഡ്സ് ഒന്നും പറയാതിരിക്കുന്നത് നല്ലത്. അവക്കാണെങ്കിൽ 4 പാർട്ടി വേണം. ഒന്നാമത് അവൾക്ക് സേവ് ദ ഡേറ്റ് വേണം, പിന്നെ അവൾക്ക് മെഹന്തിയും ഹൽദിയും വേണം. അത് കഴിഞ്ഞ് കല്യാണത്തിന് മുന്നേ ഒരു പാർട്ടി വേണം, അതും കൂടാതെ കല്യാണം കഴിഞ്ഞും അവൾക്കൊരു പാർട്ടി വേണം. ഇതൊക്കെയാണ് എൻ്റെ കൊച്ചിൻ്റെ ഡിമാൻഡ്. അതെന്നാ കല്യാണത്തിന് മുന്നേ ഒരു പാർട്ടി? അതെന്റെ കൊച്ചിന് കസിൻസ് ഒക്കെ മാത്രമായിട്ട് ആഘോഷിക്കാൻ അതായത് ഈ കസിൻ വൈബാണ് ഉദ്ദേശിച്ചത്. അങ്ങനൊക്കെ പാർട്ടി ഉണ്ടോ? ഈ കസിൻസ് മാത്രമായിട്ടുള്ള പാർട്ടി? ഓ അതൊന്നും പറയാതിരിക്കുന്നതല്ലേ ഇച്ചായ. ഇപ്പൊ ഇവിടെ അവളുടെ ഇഷ്ടമാണ് നടക്കുന്നത്. പിന്നെ പുന്നാര പപ്പ കൂടെ ഉണ്ടല്ലോ എല്ലാത്തിനും കൂട്ടു നിൽക്കാൻ വേണ്ടി. മോൾ എന്ത് പറയുന്നു അതിനപ്പുറം പപ്പയ്ക്ക്. അതിപ്പോ എന്റെ കൊച്ചുങ്ങളല്ലേ, അവളുടെ കല്യാണമല്ലേ, അപ്പം അവക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ അങ്ങ് ആഘോഷിക്കട്ട്. അതിനൊന്നും ഞാൻ എതിർക്കില്ല. അവക്ക് ഇഷ്ടപ്പെട്ട രീതിയിലെല്ലാം ഞാൻ നടത്തി കൊടുക്കും. അത് മാത്രമല്ല, ആനിയുടെ ഏബലിന്റെ കല്യാണത്തിന് പോലും ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് പെട്ടെന്നായിപ്പോയി. പക്ഷെ ഇതിനെങ്കിലും നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കണം. ജോണ് പറഞ്ഞത് കറക്റ്റ് തന്നെ. പിള്ളേരുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ. അല്ല, പന്തല് പണി മറ്റു കാര്യങ്ങളൊക്കെ നീ ആരെ ഏൽപ്പിച്ചേക്കുന്നത്? ഈ ജൂലൈ 30 കണ്ണടച്ച് ഉറങ്ങണമെങ്കിൽ ഇങ്ങ് എത്തും. അതിന് മുന്നേ എല്ലാം നമുക്ക് ചെയ്ത് തീർക്കണം. ആ ഇച്ചായ, ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഏബലായിട്ടേക്കുന്നത് അവൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻവിറ്റേഷൻ കാർഡ് ഡിസൈൻ ചെയ്യുന്നത് അത് ആഡം കൊടുത്തിട്ടുണ്ട്, അവനത് നോക്കിക്കോളും. പിന്നെ പന്തൽ പണിക്കുള്ള ആൾക്കാരെ അവർ സമയത്തിന് എത്തിക്കോളും എന്നാ പറഞ്ഞേക്കുന്നത്. പിന്നെ ആലിസേ, കല്യാണത്തിന് ക്ഷണിക്കുമ്പോ ആരെയും വിട്ടുപോകരുത് കേട്ടോ. ആ ശരിയാ, ആനിയുടെ ഏബലിന്റെയും കെട്ട് ചിലരെ ഒന്നും വിളിച്ചില്ലെന്ന് പറഞ്ഞ് ഇപ്പോഴും പരാതിയുണ്ട്. ആരെയും വിട്ടുപോകാതിരിക്കാൻ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഇച്ചായ, ഞങ്ങൾ പിന്നെ ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട്. പിള്ളേരുടെ മമ്മിമാരല്ലേ, അപ്പൊ ഒന്ന് തിളങ്ങി നിൽക്കണ്ടേ? അത് ഞങ്ങളുടെ കൊച്ചുങ്ങൾക്കല്ലേ നാണക്കേട്. എന്റെ മീയെ, എന്തിനാടി അവിടെ ചെന്നിട്ട് അവളുമാര് തരുന്നതൊക്കെ വാരി തേച്ച് നിന്റെ ഉള്ള സൗന്ദര്യം കൂടെ കളയുന്നത്? പിന്നെ നീ തിളങ്ങി അല്ലായിരിക്കും നിൽക്കുന്നത്, കരിഞ്ഞായിരിക്കും നിൽക്കുന്നത്. ഒന്ന് പോയിച്ചായ, അങ്ങനൊന്നും വരില്ല. പിന്നെ മീയെ, പെമ്പിള്ളാരുടെ കയ്യിൽ എന്തൊക്കെയോ പൊടിക്കൈകളുണ്ടെന്നാ പറയുന്നേ, നമുക്കും തരുമായിരിക്കും. ചെല്ലങ്ങോട്ട്, അവളുമാരെ നിങ്ങളെ ആട്ടി വിടും. പോയിച്ചായ. ഏതാ?
മറ്റേ ക്യാമറ ആരും എന്തായി? അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓക്കെ. എന്തു ഏമി ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ? പോലെയല്ല, വിശ്വാസം ഇല്ലാത്തോണ്ട് തന്നെ. നീയൊക്കെ അല്ലേ? നൈസായിട്ട് ഇച്ചായനെ അങ്ങ് പുച്ഛിച്ചു വിട്ടല്ലേ ചായ. സാരമില്ല ചാ, പോട്ട്. ഒന്ന് പോടി കുരുട്ടടയ്ക്ക്. എന്തിനാടി കാട്ടുമൂല നീ ചിരിക്കുന്നത്? എനിക്ക് ചിരി വന്നോണ്ടാടി കാട്ടുപൂച്ച. ഡി അതോ ആന്റി. എന്തിനാ രണ്ടാളും ഇങ്ങനെ കിടന്ന് വഴക്കിടുന്നേ? അതാന്റി ഇവള്. മതി നിർത്തിക്കോ. ഈ കുടുംബത്തിലെ എല്ലാരും കണക്കാണല്ലോ എന്റെ കർത്താവേ. ജോണേ, പിന്നെ മറ്റേ കുതീശനെ വിളിക്കണേ. ആ, അങ്ങനെ ഒരാളുണ്ടായിരുന്നില്ലേ? ആ ബെസ്റ്റ്. നീ മറന്നോ? ഞാൻ ഈ തിരക്കിന്റെ ഇടയിൽ അതങ്ങ് വിട്ടുപോയടാ. ആ, എന്നാ പിന്നെ ഇപ്പൊ തന്നെ അങ്ങ് വിളിച്ചേക്ക്. അറിയാലോ, ചെറിയ കാര്യത്തിന് പോലും പരാതി പറയുന്ന ആളാ. ആ, അറിയാം. ഞാനൊന്ന് വിളിക്കട്ടെ. മാത്യു പാ. ആ, എങ്ങനെയുണ്ട്? കളാവോ? ഇതെന്ത് കോലവാടിയാതോ? എടി, ഇതാണ് മോഡേൺ ലുക്ക്. മാത്യു ഇപ്പൊ പറ, എങ്ങനെയുണ്ട്? ആലിസ് നിന്നെ കണ്ടായിരുന്നോ? അതിന് ആലിസമ്മ ഇവിടെ ഇല്ലല്ലോ മാത്യുപ്പാ. നീ എന്തൊക്കെയാ ആരോണെ കാണിച്ചു വെച്ചേക്കുന്നത്? റോഷി, ദേ നോക്കിയേ, മുറ്റത്തൊരു മൈന. എവിടെ? ദേ അവിടെ. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോളെ. ശനി വരുന്നത് ഈ വഴിക്കാ. ശനി കൊണ്ടേ പോകൂ. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. റോഷി, അയ്യോ കർത്താവേ, ഇതെന്നെ കോലവാടി. അയ്യോ ദേ കാല്. പിന്നെ കൊച്ചിന്റെ കാലാണോ ഇരിക്കുവോ? അവളുടെ ഒരു കോലം നോക്കിയേ. എന്നതാടി ഇത്? ആലിസമ്മ, ഇത് ഫാഷനാ. അവളുടെ ഒരു ഫാഷൻ. താക്കടി സ്കേർട്ട്. ആലിസമ്മ, ദേ ഇനി ഇമ്മാതിരി പേക്കോലം വല്ലാം കെട്ടിയെന്ന് ഞാൻ അറിഞ്ഞ. ദേ റോഷിനി ചേച്ചി, നിന്നോടാ. ഇനി ഇവൾ ഇമ്മാതിരി കോലം വല്ലാം കെട്ടിക്കൊണ്ട് എന്റെ മുന്നിൽ വന്ന നിങ്ങൾ നിൽക്കുന്നൊന്നും ഞാൻ നോക്കത്തില്ല. നല്ലത് കൊടുക്കും ഞാൻ. ആലിസമ്മ, ഞാൻ മാത്രമല്ല, ദേ അവളും. റൂഹി, പെട്ടല്ലോ പുണ്യാള. ഇങ്ങോട്ട് വാ. ഇല്ല. റൂഹി, നിന്നോടാ ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ. ഇല്ല. എന്തിനാ എന്നെ കൊല്ലാനല്ലേ? ഡി ഇങ്ങോട്ട് വാടി. വന്ന്. എന്താ ആലിസമ്മേ? ഡി ഇരട്ടയിലെ പരട്ടെ, എന്തുവാടി നീ ഇട്ടേക്കുന്നത്? ഈ കൈ അഴിഞ്ഞു പോയാ നിന്റെ. ആലിസമ്മ നോ, ഞാൻ മാറ്റിക്കോളാം. ഇനി ഒരിക്കലും ഇട്ടിട്ടില്ല. എന്താ റോഷി? ഒന്നുമില്ല. എന്നാ ഇവിടെ നിക്കാതെ കയറി പോടിയാത്ത്. മോളെ, ഇത്രയും പറയണ്ടായിരുന്നു മമ്മി. അവൾക്ക് ഒരുപാട് സങ്കടമായി. ഇങ്ങനെ രണ്ട് വർത്താനം പറഞ്ഞാ പിന്നെ ഇതേപോലെ ആവർത്തിക്കില്ല. അതാ ചേച്ചി ഞാൻ. നീ കാര്യമില്ലേ പറഞ്ഞേ? ഞാനങ്ങനെ ഇവരുടെ ഡ്രസ്സിലൊന്നും ഇടപെടാറില്ല, അതാ. അങ്ങനല്ല ചേച്ചി, ഇടപെടണം. ആടി. റോഷി, എന്താടാ ഇങ്ങനെ ഇരിക്കുന്നേ? ഞങ്ങൾ റോഷി ഇങ്ങനല്ല അല്ലേ ചായ? അതെ, ഇങ്ങനൊന്നും അല്ല. എടി റോഷി, നീ അത് വീട്. മമ്മി ആ ദേഷ്യത്തിന് പറഞ്ഞതാ. നീ അതൊന്നും കാര്യാക്കണ്ട. ദേ, നിന്നെ പോലെ വഴക്കേട്ടതല്ലേ അവക്കും. അവളൊരു കൂസലില്ലാതിരിക്കുന്ന കണ്ടില്ലേ? നീ അത് വിടടി. ഇനി ഇതേപോലത്തെ ഡ്രസ്സൊന്നും ഇടാതിരുന്നാ മതി. ഞാനിടും. ആരെന്ത് പറഞ്ഞാലും ഞാനിടും. നീ എന്തേലും ചെയ്. ആ തള്ളയുടെ സ്വഭാവം നിനക്കറിയത്തില്ല. വലിച്ചീരി ഒട്ടിക്കും. വായിച്ചായ നമുക്ക് പോവാ. ഇവളെ സമാധാനിപ്പിക്കാൻ വന്ന എന്നെ പറഞ്ഞാ മതി. എന്നെ പറഞ്ഞു നോക്കുന്നേ, ഞാൻ തരത്തില്ല. ഓ ശവം. പപ്പ പറ. ആലിസ്, എന്താ ചായ? നീ റോഷിയോടൊന്ന് ചെന്ന് സംസാരിക്ക്. കൊച്ചു നല്ല വിഷമത്തിലാ. ഇത് ആടെ റെക്കമെൻഡേഷൻ ആണ്. ഞങ്ങളൊന്നും പറഞ്ഞില്ല മമ്മി. ഇടാ മണ്ട, ഒന്ന് മിണ്ടാതിരിക്കെ. സംസാരിക്കും മമ്മി പ്ലീസ്. അതെ ആലിസമ്മ, ഒന്ന് സംസാരിക്ക്. ആ ഓക്കെ, ഞാൻ സംസാരിക്കാം. മേരി, ഡാ ആലിസേ. എടി, എനിക്ക് അറിയത്തില്ല. ഞാൻ റോഷി ചേച്ചിക്ക് കൊടുക്കാം. ചേച്ചി, ചിമ്മി. അവളുടെ ഒരു ചിമ്മിയും ചിമ്മിനി എടുത്തോണ്ട് പോടി. ഇതെന്ത് ബാധ കയറിയവർക്ക്? റോഷി, ഇത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ശരി. ഹലോ. എന്റെ കൊച്ചി ഇപ്പോഴും പിണക്കത്തിലാണോ ഈ ആലിസമ്മയോട്? നീ ആലിസമ്മയുടെ പുലിക്കുട്ടിയല്ലേ. ഇങ്ങനെ ചെറിയ കാര്യത്തിനൊന്നും സങ്കടപ്പെടാൻ പാടില്ലടാ. ദാ എന്റെ കൊച്ചിന് വേണ്ടി ആലിസമ്മ എന്താ കൊണ്ടുവന്നേ നോക്കി. എനിക്കൊന്നും വേണ്ടേ? എന്നാ ഞാനിത് ആരോന്ന് കൊടുക്കാം. ആരോ? അത് വേണ്ട, ഇങ്ങതാ. എങ്ങനെ? ഇങ്ങതാ ആലിസമ്മ. ദാ എന്റെ കൊച്ചിന് വിഷമായോ? സാരമില്ല. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തോ പറഞ്ഞ. സാരമില്ല, പോട്ടെ. ആ കുഴപ്പമില്ല. ഓക്കെ അല്ലേ എന്റെ കൊച്ച്? ഡബിൾ ഓക്കെ. എന്റെ മുത്ത്. ഇങ്ങനെ വെറുതെ ഇരിക്കാതെ നമുക്ക് വല്ല മൂവിയും കാണാം. എന്നാ പിന്നെ നമുക്കൊരു ഹൊറർ മൂവി കണ്ടാലോ? എടാ ജോഷോ, നിനക്ക് എന്ത് പ്രേതമെന്ന് എഴുതി കാണിച്ച് ബോധം കിടന്നവരാ ഇവരെ വെച്ചാണോ നീ ഹൊറർ മൂവി കാണാൻ പോകുന്നത്? നിങ്ങളൊന്ന് പോയേ കടുവേ.
ഡാനിച്ചായ നിങ്ങളൊരു ഹൊറർ മൂവി അങ്ങ് ഇട്ടേ. ഇവിടെ ആർക്കാ പേടിയൊന്നൊന്ന് നോക്കട്ടെ. പാവേ, എന്തുദ്ദേശത്തിലാ മോൾ ഇവിടെ ഇരിക്കുന്നത്? മൂവി കാണാൻ. ഇവര് ഹൊറർ മൂവി കാണാൻ പോകുക. അതിന് ബെസ്റ്റ്. ഇത് കണ്ടിട്ട് വേണം നീ രാത്രി കിടന്ന് പേടിക്കാൻ. അതുകൊണ്ടേ എന്റെ കൊച്ചിങ്ങി വാ, മമ്മിയുടെ അടുത്തും പപ്പയുടെ അടുത്തും കിടക്കാം. ഇല്ല, പപ്പയും മാമയും പൊക്കോ, ഞാനിത് കണ്ടിട്ടേ വരൂ. ഈ വേച്ചിയില്ലേ, ഞാനിരുന്നോളാം. എന്നാ പിന്നെ നീ അവിടെ ഇരുന്നോ, ഞങ്ങള് പോകുക. അതു ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറ, നിനക്ക് കാണണോ വേണ്ടയോന്ന്. അല്ല, നിനക്ക് ഇടിയും മിന്നലും വരെ പേടിയാ, പിന്നെയായി ഹൊറർ മൂവി. ഒന്ന് പോയി ചായ, എനിക്ക് പേടിയൊന്നുമില്ല. നിങ്ങൾ വെറുതെ സംസാരിച്ച് ടൈം വേസ്റ്റ് ചെയ്യാതെ. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉറങ്ങാൻ. ഓ ശവം, ഉറക്കം മുഖ്യം ബിഗിലേ. ജെസ്സി വാടി, നമുക്ക് പോയി പോപ്കോണും പെപ്സി എടുത്തിട്ട് വരാം. ഇച്ചേച്ചി എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? നീ എന്തിനാടാ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ മൂവി കാണാനിരിക്കുവാ. ആണല്ലോ, അപ്പൊ ഞാനും അത് കാണാനാ ഇരിക്കുന്നേ. അതൊന്നും പറ്റില്ല, ഇച്ചേച്ചി പോയി കിടന്നേ. ഒന്നാമത് കുഞ്ഞൂസ് ഉള്ളതാ, ഈ ഹൊറർ മൂവി ഒന്നും ഈ സിറ്റുവേഷനിൽ കാണാൻ പറ്റത്തില്ല. ഇച്ചേച്ചി പോയി കിടന്നേ, ചെല്ല്. സാരമില്ല ആനി, നമുക്ക് പിന്നെ കാണാം. നീ ഇപ്പൊ വാ. നിനക്ക് ഞാൻ കാണിച്ചു തരാടാ അണ്ണാന് പരിണാമം സംഭവിച്ചവൻ. എടി റൂഹി, നീ ഇങ്ങോട്ടൊന്ന് മാറിയേ, ഞാൻ അവിടെ ഇരിക്കാം. അതെന്തിനാ ചായ? അത് നിന്റെ ചേച്ചി പേടിയാണ്ട, മാറിക്കേ. അല്ലാണ്ട് നിനക്ക് പേടിയാണ്ടല്ലേ അല്ലേ ചായ? വാവേ, നിനക്ക് പേടിയാവുന്നുണ്ടോ? അതേച്ചി, അത് ഞാൻ മറന്നു പോയിരിക്കുക, നിങ്ങളെന്നെ ഓർമ്മിപ്പിക്കല്ലേ. മിണ്ടാതിരിക്കും പിള്ളാരെ, കാണട്ടെ. മിണ്ടാതിരിക്കാതേച്ചി, അല്ലെങ്കിൽ എന്റെ റിയേച്ചി ഇപ്പൊ കാഞ്ചനയാവും. நம்ம வீட்டுல பேய் இல்ல காமாட்சி. അളിയ, പ്രേതം വന്നടാ, വന്ന്. മിണ്ടാതിരിക്കടാ പട്ടി, എനിക്ക് മുള്ള മുട്ടുന്നടാ. ஐயா, பேயினால இந்த வீட்டுல எனக்கு மரியாதை போச்சு. റോഷി, ബ്ലഡ് കുത്തി ഒഴിക്കുന്ന. ഇവ തേടി വരുന്നു. நக்கேடி நக்கி கர்த்தாவே. அந்த ரெட் கலர் புடவை கொடுங்களேன், கொடுங்க கொடுங்க. என்ன ஒரே ரெட்டு ரெட்டா எடுத்துக்கிட்டு இருக்கற காமாட்சியே, உனக்கு ரெட் கலர் பிடிக்குமா? எனக்கு பிடிக்கும். உன் விளையாட்டுலாம் வீட்டுல வச்சுக்கோடா, இது கடை. நிறைய நிறைய ரெட் கலர் சரியா எடுத்து போடுங்களேன். ഇവൻ എന്തുവാടാ ഈ കാണിക്കുന്നേ? போடுங்க, நிறைய இருக்கிறதெல்லாம் எடுத்து എടാ, ആ സാരി കൊള്ളാല്ലേ? എടാ, നമുക്ക് എമിക്ക് ഇതേപോലൊരു സാരി മേടിച്ചു കൊടുത്താലോ? ഒന്ന് പോടാ നാറി. ഇപ്പൊ പ്രേതം വരും, ഇപ്പൊ പ്രേതം വരും. എടി പൊട്ടി, പള്ളിയിൽ ഏതെങ്കിലും പ്രേതം കേറുവോ? അതിർച്ചി കൊടുക്ക സകലവിധ പദകൾ പുരിയവേ. பொங்க விளையாட வர காஞ்சனா மரம் போல விவசாயிக்க வர காஞ்சனா. 1 2 3. കാഞ്ചന. കാഞ്ചനയോ? എവിടെ? ഇവിടെ. മാതാവേ, കാഞ്ചന. എന്താ? ലോ
കഞ്ചാവ് ഒന്നും അല്ലടി പന്നി, അത് പ്രേത. ഓടിക്കോ. അയ്യോ കിട്ടി. നീ തീർന്നടി. പോ സാത്താനെ, പോ, ദൂരെ പോ. പോ, ഞാൻ നിന്നൊന്നും ചെയ്യില്ല. പോ. അയ്യോ അവളിപ്പൊ കൊല്ലും. ഇച്ചായ എന്തേലും ചെയ്യ്. ഇച്ചായ ഇങ്ങനെ നോക്കി നിൽക്കാൻ നിങ്ങൾ എന്തേലും ചെയ്യ്. ഞാൻ എന്ത് ചെയ്യാനോ അതോ? അങ്ങോട്ട് മാറി നിൽക്കണം. പപ്പ പപ്പ ഡോറ് തുറക്ക്. പപ്പ ഡോറ് തുറക്ക്. എന്തുവാടി പോയി കിടന്ന് ഉറങ്ങടി. പറഞ്ഞ തന്തേ തുറക്കണോ? തുറക്കണോ കഥവ്? കാഞ്ചന കാഞ്ചന. എന്നാടി നിനക്ക്? ആ പപ്പ അങ്ങോട്ട് നോക്കിയേ. എന്നാടാ താഴെ ഒരു സൗണ്ട്? അറിയത്തില്ല, പിള്ളേരുടെ സൗണ്ടാണല്ലോ കേക്കുന്നേ. വാ നോക്കാം. എന്നതാ എന്നതാ ഇവിടെ? അയ്യോ ആലസമ്മ. ആലസേ ദേ നോക്കി. ഇതെന്താ ഗർഭിണി പ്രേതോ? ഇനി വല്ല ശാപവും കിട്ടി മരിച്ച പ്രേതമാണോ? അടുത്താരാണ്ട് തിപ്പുണ്ട്. അത് ചിലപ്പോ ഹസ്ബൻഡ് ആയിരിക്കും. മാങ്ങാത്തൊലി മേരി, നിനക്ക് കണ്ണ് കണ്ടൂടെ? ആ നിക്കുന്നത് ഈ വീട്ടിലെ 2 മൂത്ത കാളകളാ. അപ്പൊ ആലിസേ ദേ അങ്ങോട്ടൊന്ന് നോക്കിയേ. എന്തോ വന്നാലും അവന്മാരെ നെഞ്ചത്തോട്ടങ്ങ് കയറിക്കോണം കേട്ടോ. പിന്നെ അവന്മാര് അവസരം മുതലാക്കാൻ നിൽക്കുന്നവന്മാരാ. താങ്ക്സ്. നാണോ? ഒട്ടുമില്ല. അയ്യോ എന്റെ പെങ്കുച്ചുങ്ങൾ എന്തി? മമ്മി. എവിടാ ഒച്ച? ദേ മേശയുടെ അടിയില്. മമ്മി, എനിക്ക് മമ്മിയെ കാണണം. അതാ മൂത്തോര് പറഞ്ഞ കേൾക്കണം, അല്ലെ ഇങ്ങനെയൊക്കെ വരും. എന്നതേ കാണിക്കുന്ന വാവേ? നീ അതോ തൂണിലോട്ടൊന്ന് നോക്കിക്കാണ്. പുല്ല് കേറാനും പറ്റുന്നില്ല മമ്മി. അല്ലടി റോഹിമോളെ, നിനക്ക് ഈ തൂണിലെ കള്ളി പിടിച്ച് കയറാനുള്ള സമയമൊക്കെ കിട്ടിയല്ല. ഓ ഇറങ്ങടി, എന്റെ നടു വേദനിക്കുന്നു. ഓ സോറി പപ്പ. അയ്യോ എന്തോ മറന്നല്ലോ. എന്നാടി? നിങ്ങളുടെ മോൻ ഇച്ചായ. ഇച്ചായ എഴുന്നേക്ക്. ഇച്ചായ. കാഞ്ചന. കാഞ്ചനൊന്നുമില്ല. ദേ അങ്ങോട്ട് നോക്കിയേ. ചേച്ചി. ഹലോ, നൈസ് ടു മീറ്റ് യു. ഒരട്ടത്തള്ളേ, നിങ്ങളായിരുന്നോ? എന്റെ പാതി ജീവൻ പോയി. ആണോ? എടാ അണ്ണാ കുഞ്ഞെ, ഇത് ഞാൻ നിനക്ക് കരുതിക്കൂട്ടി മനഃപൂർവ്വം പണിയാന്നതാ. ആനി ഇച്ചായ, എന്തൊക്കെയാടി നീ കാണിച്ചു കൂട്ടി? ഒരു കുഞ്ഞിനെ വയറ്റിട്ടോണ്ടാണോടി നീ ഈ കോപ്രായത് കാണിച്ചു കൂട്ടിയത്? ഏബൽ. മമ്മി. എടാ പൊട്ടാ, നിനക്ക് ബോധമല്ലേ? ഇവളുടെ കൂടെ കൂടി നീയും. മമ്മി ഞാൻ 1 2 3. ഇച്ചായ നമ്മളൊന്ന് മിസ്സിംഗ് ആണ്. അയ്യോ എന്റെ കൊച്ച്. അന്മാരുടെ മറിയമ്മ സുസ്ഥീകർത്താവ് അങ്ങനെയുള്ള സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മ പാടുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വരുന്ന സമയത്ത് തമ്പുരാന്റെ അഭിഷേകമേ ആമേ. ആരാ ഈ ജപമാല ചൊല്ലുന്നേ? ഇനിയുള്ള പ്രേതവും ഒന്നും വന്നേണ്ട ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. എന്നിട്ടാ ഇനി അടുത്തത്. നിന്ന് കഥാപ്രസംഗം നടത്താതെ വാടാ പോയി നോക്ക്. മമ്മി മുന്നേ നടന്നോ? ഞങ്ങൾ പുറകെ ഉണ്ട്. ഓ ഇവന്മാര്. നന്മാരുടെ മറിയമ്മേ സുസ്ഥീകർത്താവ് അങ്ങനെയുള്ള സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ തെറ്റപ്പോയല്ല കർത്താവേ. എന്തിനാ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്ത്? റോഷി. അയ്യോ കാഞ്ച മോളെ. റോഷി ഇത് ഞാൻ ആലിസമ്മ. ആലിസമ്മ. അയ്യോ കരയാതെ. പോട്ട് പോട്ട് സാരമില്ല. ആലിസമ്മയില്ലേ? കരയാതെ എന്റെ മോള്. ആലിസമ്മ. എന്താ? ആലിസമ്മ. കാഞ്ചന എവിടെ? ആനി. ഹായ് റോഷി. ചേച്ചി കാഞ്ചന. യെസ് ദാറ്റ്സ് മീ. പറട്ടത്തള്ളെ, നിങ്ങൾക്ക് എത്ര വട്ടം ഞാൻ കാലയിടത് തന്ന് അതിന്റെങ്കിലും ഒരു ഇത്തിരി നന്ദി നിങ്ങൾക്ക് കാണിച്ചു എന്നോട്. അതെടി ഞാൻ നിന്നോട് പറയാൻ വേണ്ടി വന്നയാ. അപ്പോഴല്ലേ നീ എന്നെ കുരിശും കാണിച്ച് പോകാൻ പറഞ്ഞത്. അപ്പോഴേ ഞാനങ്ങ് പോയി, അത്രേ ഉള്ളൂ. എന്റെ മാതാവേ. ഇനിയിപ്പൊ പോട്ട്. എന്റെ ആനി നിന്നെ സമ്മതിച്ച്. ഇച്ചേച്ചി ഞങ്ങളെ പുലി തന്നെ. ഓ എന്ത് ചെയ്യാനാ. ഓ നിർത്ത്. ഇനി 2 എണ്ണം ഉണ്ടല്ലോ. അതുങ്ങൾ എന്തേ? പറഞ്ഞ പോലെ അവന്മാരെന്തേ? അയ്യോ അതെന്താ സൗണ്ട്? വാ നോക്കാം. അയ്യോ